ഞങ്ങളുടെ വീടിനടുത്ത് സീനിക് ആയിട്ടുള്ള ഒരു അമ്പലമുണ്ട്, ചേന്നമത്ത് മഹാദേവ ക്ഷേത്രം. എൻ്റെ ബാക്കിൽ കാണുന്ന ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് ചേന്നമത്ത് ക്ഷേത്രം എന്നാണ് ഈ ഒരു അമ്പലത്തിൻ്റെ പേര്. ഞങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വിവോ X300 Pro എന്ന ഈ ഒരു ഫോണിൽ നിരവധി ഫോട്ടോകളും വീഡിയോകളും എടുത്തു നോക്കി. കൃത്യമായിട്ട് പറഞ്ഞാൽ 350ഓളം ഫോട്ടോകളും വീഡിയോകളും. അതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ കൊള്ളാമോ എന്ന് നമുക്കൊന്ന് നോക്കാം. മഹേഷേ, ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ലടാ, പക്ഷെ പഠിക്കാൻ പറ്റും. അതെ, ഫോട്ടോഗ്രാഫി പഠിക്കണമെങ്കിൽ ഇനി വലിയ ക്യാമറകൾക്ക് പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു ഒറ്റ സ്മാർട്ട് ഫോൺ മതി, വിവോയുടെ X300 Pro. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 200-ലധികം ഫോട്ടോകളും വീഡിയോകളും എടുത്തു. അതിന്റെ പശ്ചാത്തലത്തിൽ പറയാൻ ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയിൽ വലിയ പ്രാവീണ്യം ഇല്ലെങ്കിലും നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വെച്ച് എടുക്കുന്ന ഫോട്ടോകൾ മറ്റൊരാൾ കണ്ടാൽ നിങ്ങളൊരു പ്രോ ഫോട്ടോഗ്രാഫർ ആണെന്നേ പറയുകയുള്ളൂ. അതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകത. അത്ര മനോഹരമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഓരോ ഫോട്ടോകളും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഇങ്ങനെ വയലിൻ്റെ നടുക്കൂടെ ഞങ്ങളിങ്ങനെ നടന്നു പോവാണ്. അന്ന് കുറച്ച് ദൂരെ അവിടെ ഒരു ട്രാക്ടറൊക്കെ ഇട്ട് കൃഷി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോട്ടൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. ക്യാമറയുടെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു വിഷ്വൽ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരിക്കലും ഒരു റിയൽ ഫോട്ടോ അല്ല ഈ സ്മാർട്ട് ഫോൺ നൽകുന്നത്. നേരെ മറിച്ച് എടുക്കുന്ന ഓരോ ഫോട്ടോകളും വളരെ നന്നായി പ്രോസസ്സ് ചെയ്ത് അടിപൊളിയാക്കി കണ്ണിന് പ്ലീസിംഗ് ആക്കിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് തിരിച്ചു തരുന്നത്. ക്യാമറ ആപ്പ് തുറന്നാൽ 0.6x, 1x, 2x, 3.5x, 10x എന്നീ 5 വ്യത്യസ്ത ഫോക്കൽ ലെങ്തിൽ ഈ ഒരു ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോകളും വീഡിയോകളും എടുക്കാം. ക്യാമറയിലെ 3.5x, 10x എന്നീ മോഡുകളിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ടോപ്പ് ഗിയറിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മികച്ച നോർമൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ബോക്കയുമായിട്ട് ഒരു DSLR ലൈക്ക് ഫോട്ടോകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 200 മെഗാ പിക്സൽ സെൻസർ ആയിട്ടുള്ള പെരിസ്കോപ്പിക് ടെലി സെൻസർ നൽകുന്നത്. ഈ ഫോണിലെ പ്രൈമറി സെൻസറും അൾട്രാവൈഡ് ആംഗിൾ ക്യാമറയും നോർമൽ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഫോട്ടോകൾ നൽകുമ്പോഴും ഇതിനകത്തുള്ള പെരിസ്കോപ്പിക് സെൻസറാണ് ഈ ഒരു ഫോണിനെ എക്സ്ട്രാ ഓർഡിനറി ക്യാമറ സ്മാർട്ട് ഫോൺ ആക്കി മാറ്റുന്നത് എന്ന് വേണം പറയാം. അതായത് ഇതിനകത്ത് 50 മെഗാ പിക്സൽ പ്രൈമറി, 50 മെഗാ പിക്സൽ അൾട്രാവൈഡ് ആംഗിൾ ക്യാമറ, 200 മെഗാ പിക്സലിലെ ഒരു പെരിസ്കോപ്പിക് ടെലി സെൻസറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറും കൊടുത്തിട്ടുണ്ട്. ബാക്ക് ക്യാമറയുടെ ഓരോ മോഡുകളിലും ലഭിക്കുന്ന ഫോട്ടോകൾ എല്ലാം അതിമനോഹരം തന്നെയാണ്, ഒന്നും പറയാനില്ല. വൈഡ് ആംഗിൾ ഫോട്ടോകളായാലും 1x എടുക്കുന്ന ഫോട്ടോകളായാലും 2x എടുക്കുന്ന ഫോട്ടോകളായാലും എസ്പെഷ്യലി ഈ പറയുന്ന 3.5x-ലും 10x-ലേക്കും മാറുമ്പോൾ ലഭിക്കുന്ന ടെലിഫോട്ടോകളായാലും അതിമനോഹരമായിട്ടുള്ള ഫോട്ടോകളാണ് നൽകുന്നത്. അതിൽ തന്നെയും ഒരല്പം മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ ടെലിഫോട്ടോ സെൻസറിൽ നിന്ന് ലഭിക്കുന്ന, അതായത് 3.5x, 10x വഴി ലഭിക്കുന്ന ഫോട്ടോകളാണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്ക് തോന്നുന്നത്. ടെലിഫോട്ടോ സെൻസർ പറയുമ്പോൾ അതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു മോഡ് കൂടിയുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്, മാക്രോ മോഡ്. അതും സൂപ്പർ മാക്രോ മോഡ് എന്ന പേരിലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 10x വരെ സൂം ചെയ്തുകൊണ്ട് ചെറിയ ഒബ്ജക്റ്റുകളുടെ ക്ലോസ്ഡ് ഫോട്ടോകൾ നമുക്ക് അതിമനോഹരമായിട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു മോഡിൽ ഫോട്ടോകൾ എടുക്കാനും ഈ ഫോണിനകത്ത് ഉള്ള 200 മെഗാ പിക്സലിന്റെ ടെലി സെൻസർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ആ ഒരു മാക്രോ മോഡിൽ എടുക്കുന്ന ഫോട്ടോകളും അതിഗംഭീരം തന്നെ എന്ന് വേണം പറയാം. നോർമൽ ഫോട്ടോ മോഡിൽ നിന്നും നമ്മൾ പോർട്രേറ്റ് മോഡിലേക്ക് മാറുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി മനോഹരമാവുകയാണ്. 24, 30, 50, 85, 135 എന്നീ വ്യത്യസ്തമായിട്ടുള്ള 5 ഫോക്കൽ ലെങ്തിലാണ് നമുക്ക് പോർട്രേറ്റ് മോഡിൽ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കുന്നത്. അതിൽ തന്നെയും അവസാനത്തെ 85, 135 ഫോട്ടോകൾ ഈ 200 മെഗാ പിക്സൽ ടെലിഫോട്ടോ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന പോർട്രേറ്റുകൾ ആയതുകൊണ്ട് തന്നെയും അവയ്ക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഭംഗി തന്നെ ലഭിക്കുന്നുണ്ട്. ഒരു രക്ഷയുമില്ലാത്ത കിടിലനായിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോകൾ തന്നെയാണ് വിവോ X300 Pro എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. വളരെ വേഗതയിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളുടെ, അല്ലെങ്കിൽ നമ്മൾ വാഹനത്തിലേക്ക് ഇരുന്നുകൊണ്ട് ഒരു ട്രെയിനിലൊക്കെ ഇരുന്നുകൊണ്ട് പുറത്ത് കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിനകത്തെ സ്നാപ്ഷോട്ട് എന്ന മോഡിൽ ഇട്ടെടുത്തു കഴിഞ്ഞാൽ മൂവ്മെന്റുകളെ നിശ്ചലമാക്കി അതിമനോഹരമായിട്ടുള്ള ഫോട്ടോകൾ എടുക്കാൻ ഈ ഒരു സ്നാപ്ഷോട്ട് മോഡിൽ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഫോട്ടോ എടുക്കുന്നതിനായിട്ട് ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോൾ കണ്ടത് ഏകദേശം ഇതുപോലെയാണ്. വൈഡ് ആംഗിൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അതിന്റെ ഒരു ഫോട്ടോയും എടുത്തു. പിന്നീട് ഞാൻ 1x-ലേക്ക് സൂം ചെയ്തൊരു ഫോട്ടോ ഇതുപോലെ എടുത്തു, 2x എടുത്തു, 3.5x എടുത്തു, 10x എടുത്തു. മാക്സിമം നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ 100x സൂം ചെയ്തുകൊണ്ട് എടുക്കാൻ സാധിക്കും. അപ്പോഴാണ് ആ ഒരു കെട്ടിടത്തിന്റെ മുകളിലെ ആ ഒരു സൈൻ ബോർഡ് ഇത്രയും കൃത്യമായിട്ട് നമുക്ക് ക്യാമറയിലേക്ക് പതിഞ്ഞത്. നോക്കി, 100x സൂമിൽ എടുത്തൊരു ഫോട്ടോയാണ്. എന്നിട്ടും അധികം ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടാതെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് മികച്ച രീതിയിൽ 100x-ൽ പോലും നല്ല ഫോട്ടോകൾ ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഫോട്ടോയും. ഞാൻ ആ ഒരു പ്രദേശത്ത് നിന്നപ്പോൾ കണ്ടത് ഏകദേശം ഇതുപോലെയായിരുന്നു. പിന്നീട് 1x-ലേക്കും 2x-ലേക്കും 3.5x-ലേക്കും 10x-ലേക്കും സൂം ചെയ്ത് ഒടുവിൽ
100x സൂം ചെയ്തു. അപ്പോഴാണ് സത്യത്തിൽ ഇത്തരം ഒരു ടവർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴൊരു കാര്യം മനസ്സിലാവും, 100x സൂം ചെയ്തെടുത്താൽ പോലും മനോഹരമായിട്ടുള്ള ഫോട്ടോകൾ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ പറഞ്ഞ പോലെ പ്രോസസ്സ് ചെയ്തിട്ടാണ് 100x ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോ ഈ ഫോൺ സമ്മാനിക്കുന്നത്. ഈ ഒരു ഫോട്ടോയിൽ ആ ലൈൻ കമ്പിയിൽ കിളികൾ ഇരിപ്പുണ്ട്. എന്നാൽ 100x സൂം ചെയ്തപ്പോൾ വളരെ ക്ലിയർ ആയിട്ടാണ് ഈ ഒരു ഫോട്ടോ നമുക്ക് ലഭിച്ചത്. ആ കിളിയുടെ മഞ്ഞ കളറൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഫോട്ടോയിലേക്ക് വന്നിട്ടുമുണ്ട്. നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന വൈഡ് ആംഗിൾ ഫോട്ടോകളും നോർമൽ ഫോട്ടോകളും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചില ഫോണുകളിലൊക്കെ സാധാരണ കളർ ഷിഫ്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവിടെ അത്തരമൊരു കളർ ഷിഫ്റ്റ് ഇല്ല എന്ന് പറയുന്നില്ലെങ്കിലും ആ ഒരു കളർ ഷിഫ്റ്റിന്റെ ഒരു ഡിഫറൻസ് വളരെ കുറവാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്ക് ഫോട്ടോയിൽ നിന്ന് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ഫോൺ ഫോട്ടോകൾ എടുക്കുമ്പോൾ ഒരുപാട് പ്രോസസ്സ് ചെയ്യാറുണ്ട്. എന്നാൽ വീഡിയോയിൽ അത്തരമൊരു പ്രോസസ്സ് അതിയായി നടക്കാത്തത് കൊണ്ടാകാം ഒരുപക്ഷെ ഈ ഫോണിൽ എടുക്കുന്ന വീഡിയോകൾ ഫോട്ടോകളേക്കാൾ ഒരു പടി താഴെ നിൽക്കുന്നു എന്ന് വേണം പറയാൻ. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ സാച്ചുറേഷൻ ഒക്കെ ഏതാണ്ട് ഒരു നോർമൽ ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. വൈഡ് ആംഗിളും 1x 2x കടന്ന് നേരത്തെ പറഞ്ഞതുപോലെ 3.5x ടെലിഫോട്ടോ ഉപയോഗിച്ചുകൊണ്ടൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് നാച്ചുറൽ ബോക്കെയൊക്കെ വീഡിയോയിലും ഈ ഒരു ഫോണിൽ നന്നായി ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന ഫോട്ടോകൾ യാതൊരുവിധ എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ലഭിക്കുന്നത്. അതായത് സോഷ്യൽ മീഡിയ റെഡി ആയിട്ടാണ് ലഭിക്കുന്നത്. എന്നാൽ വീഡിയോകൾ അങ്ങനെയല്ല. കുറച്ചുകൂടി എഡിറ്റ് ചെയ്ത് കളറൊക്കെ ഒന്ന് ബെറ്റർ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് എടുക്കുന്ന വീഡിയോകൾ മറ്റൊരു ലെവലിലേക്ക് ഉയർന്നതായി കാണാം. ലോ ലൈറ്റിൽ ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന ഫോട്ടോകൾക്ക് വലിയ കുഴപ്പമൊന്നും പറയാൻ സാധിക്കുന്നില്ല. യാതൊരുവിധ ഗ്രെയിനോ അങ്ങനെയുള്ള ഇഷ്യൂസോ ഒന്നും ലോ ലൈറ്റിൽ ഈ ഒരു ക്യാമറ നൽകുന്നില്ല. ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 8K റെസൊല്യൂഷനിൽ 30 FPS വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 4K 60 FPS വീഡിയോകളും ഷൂട്ട് ചെയ്യാം. ഈ ഒരു ഫോണിലെ എല്ലാ സെൻസർ ഉപയോഗിച്ചുകൊണ്ടും 4K 60 FPS വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ സെൻസറിലും ഡോൾബി വിഷന്റെ സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ലോ ലൈറ്റിൽ എടുക്കുന്ന വീഡിയോകൾക്കും യാതൊരുവിധ കുറ്റവും പറയാൻ സാധിക്കുന്നില്ല. മികച്ച ലോ ലൈറ്റ് വീഡിയോകൾ തന്നെയാണ് ഈ ഒരു ഫോൺ നൽകുന്നത്. ബാക്ക് ക്യാമറയിൽ നിന്ന് വിട്ടിനി സെൽഫിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ബാക്ക് ക്യാമറയിൽ 5 ഫോക്കൽ ലെങ്തിൽ എടുത്തതുപോലെ സെൽഫിയിൽ നമുക്ക് 3 വ്യത്യസ്ത ഫോക്കൽ ലെങ്തിൽ സെൽഫി ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ സാധിക്കും. 0.8x 1x 2x എന്നീ 3 രീതികളാണ് അങ്ങനെ സാധ്യമാകുന്നത്. സെൽഫി വീഡിയോകളും ഫോട്ടോകളും കൊള്ളാം. നല്ല കോൺട്രാസ്റ്റ് ഉള്ള ഫോട്ടോകളും വീഡിയോകളും തന്നെയാണ് സെൽഫി ക്യാമറയും സമ്മാനിക്കുന്നത്. പക്ഷേ ബാക്ക് ക്യാമറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെൽഫി ക്യാമറയുടെ സാച്ചുറേഷൻ ഒരു പൊടിക്ക് കുറവാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ സാമ്പിൾസ് എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഈ എൻ്റെ ബാക്കിൽ കാണുന്ന ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. ചേന്നമത്ത് ക്ഷേത്രം എന്നാണ് ഈ ഒരു അമ്പലത്തിൻ്റെ പേര്. അപ്പോൾ ഇത് ഫോണിൻ്റെ സെൽഫി ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സൗണ്ട് ക്വാളിറ്റി ഇതിൻ്റെ എത്രത്തോളം സെൽഫി ക്യാമറയിൽ ഉണ്ട് എന്ന് ഈ ഒരു വീഡിയോയിലെ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചുരുക്കത്തിൽ അധികം കുറ്റം പറയാൻ സാധിക്കാത്ത മികച്ച സെൽഫി ഫോട്ടോകളും വീഡിയോകളും തന്നെയാണ് ഈ ഒരു ഫോൺ നൽകുന്നത്. ഇത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സെൽഫി വീഡിയോ ആണ്. ഞാനിതിൻ്റെ സെൽഫി ക്യാമറ ഉപയോഗിച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നോക്കിയാൽ വേറെ ഒരു സൗണ്ടും ഞാൻ മൈക്കോ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സൗണ്ട് വോക്കൽ എൻഹാൻസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് തന്നെ. അപ്പോൾ എൻ്റെ സൗണ്ടിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള അറിയണം. നേരത്തെ യാതൊരു മൈക്കും കൊടുക്കാതെയായിരുന്നു ഷൂട്ട് ചെയ്തത്. ഐഫോണിലൊക്കെ സിനിമാറ്റിക് വീഡിയോ എന്നറിയപ്പെടുന്ന ബാക്ക്ഗ്രൗണ്ട് ബോക്കെ നൽകുന്ന പോർട്രേറ്റ് വീഡിയോകൾ ഈ ഒരു ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഷൂട്ട് ചെയ്യാനാകും. ഇത് അത്തരത്തിൽ പോർട്രേറ്റ് വീഡിയോ ആണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ ബോക്കെ ആയിട്ട് നമുക്ക് ഐഫോണിലൊക്കെ സിനിമാറ്റിക് വീഡിയോ എടുക്കുന്നത് പോലെ ഷൂട്ട് ചെയ്യുന്ന ഒരു പോർട്രേറ്റ് വീഡിയോ ആണ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ബോക്കെ എഫക്റ്റിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു സെപ്പറേഷനൊക്കെ പക്കയായിട്ടാണ് ഇതിനകത്ത് വരുന്നത്. അതിനായിട്ട് പോർട്രേറ്റ് വീഡിയോ എന്ന ഡെഡിക്കേറ്റഡ് മോഡ് തന്നെ ഫോണിൽ നൽകിയിട്ടുണ്ട്. സെൽഫി പോർട്രേറ്റ് വീഡിയോ ആണ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ബോക്കെ കിട്ടുന്ന രീതിയിലുള്ള പോർട്രേറ്റ് വീഡിയോ. പക്ഷേ മുഖം ഒരു അല്പം ബ്ലീച്ചായ പോലെ എനിക്കിത് കാണുമ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ ബോക്കെ ആകുന്നു. ക്യാമറയിൽ മോർ ഓപ്ഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്പേഷ്യൽ വീഡിയോകൾ വരെ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നതായി കാണാം. പോർട്രേറ്റ് ഫോട്ടോ മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പോർട്രേറ്റ് സ്റ്റൈലുകൾ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള പോർട്രേറ്റ് ഫോട്ടോകളും എടുക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ സിം കാർഡ് ഇട്ടുകൊണ്ട് ഫോൺ കോളുകൾ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു DSLR ക്യാമറ വാങ്ങുന്നതിന് തുല്യമാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിക് സ്കില്ല് മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നതിനും ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളെ സഹായിക്കും. ഈ ഒരു ഫോൺ നമ്മുടെ പോക്കറ്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നിരവധി ഫോട്ടോകൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്. ബൈ.